നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രയേൽ തിരിച്ചടിക്കുന്നവരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഒരു വിധി പുറപ്പെടുവിച്ചാൽ ഗസ മുനമ്പിൽ വെടിനിർത്തൽ പാലിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചു ഹമാസ്. കോടതി വെടിനിർത്തൽ തീരുമാനം പുറപ്പെടുവിച്ചാൽ ഇസ്രയേൽ അത് പാലിക്കുന്നിടത്തോളം കാലം ഹമാസ് പ്രസ്ഥാനം വെടിനിർത്തൽ പാലിക്കുമെന്ന് വ്യാഴാഴ്ച ഇറക്കിയ പ്രസ്താവനയിൽ ഹമാസ് അറിയിച്ചു. കൂടാതെ തടവിലാക്കിയ ഫലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിച്ചാൽ ഹമാസ് തടവിലാക്കിയ ഇസ്രായേൽ തടവുകാരെ മോചിപ്പിക്കുമെന്ന് പ്രസ്താവനയിൽ പറയുന്നു. ഇസ്രായേൽ ഗസയിൽ 18 വർഷമായി തുടരുന്ന ഉപരോധം അവസാനിപ്പിക്കുകയും ആവശ്യമായ എല്ലാവരുടെയും പ്രവേശനം അനുവദിക്കുകയും വേണം. ദുരിതാശ്വാസത്തിനും പുനർനിർമ്മാണത്തിനുമുള്ള സഹായം ചെയ്യുകയും ചെയ്യണമെന്ന് ഹമാസ് ആവശ്യപ്പെടുന്നു. ഹേഗിൽ വെച്ച് ഇസ്രയേലിനെതിരായ ദക്ഷിണാഫ്രിക്കയുടെ കേസിൽ ICJ വിധി ഇന്ന് പുറപ്പെടുവിക്കും. ഗസയിലെ ഇസ്രയേലിന്റെ സൈനിക നടപടി തടയാൻ കോടതിയുടെ അടിയന്തര ഇടപെടൽ വേണമെന്ന ദക്ഷിണാഫ്രിക്കയുടെ ആവശ്യത്തിലും ഇത് വിധി പറയും. 2023 ഡിസംബർ 29 ഗസ മുനമ്പിലെ ഫലസ്തീനികൾക്കെതിരായ വംശഹത്യയുടെ കുറ്റകൃത്യം തടയുന്നതിന് ശിക്ഷിക്കുന്നതിനുമുള്ള UN കൺവെൻഷന് കീഴിലുള്ള തങ്ങളുടെ ബാധ്യതകൾ ഇസ്രായേൽ ലംഘിച്ചതായി ആരോപിച്ചു. ഇസ്രായേലിനെതിരായ നടപടികൾക്കായി ദക്ഷിണാഫ്രിക്ക ICJയ്ക്ക് അപേക്ഷ നൽകുകയും ചെയ്തു. അതിനിടെ ഗസയുടെ തെക്കൻ അതിർത്തി വരെ ഹമാസിനെതിരെ പോരാടുമെന്ന് ഇസ്രായേൽ പ്രതിജ്ഞയെടുത്ത സാഹചര്യത്തിൽ ഈജിപ്തുമായുള്ള പിരിമുറുക്കം വർദ്ധിക്കുകയാണ്. ഈജിപ്തിൽ സലാഹുദ്ദീൻ ഇടനാഴി എന്നറിയപ്പെടുന്ന മേഖലയിൽ ഇസ്രായേൽ സൈന്യത്തെ വിന്യസിക്കുന്നത് സമാധാന ഉടമ്പടി ലംഘിക്കുമെന്ന് ഈജിപ്ത് നിന്ന് ശക്തമായ മുന്നറിയിപ്പ് നൽകി. ഈ ദിശയിലുള്ള ഏതൊരു ഇസ്രായേലിന്റെ നീക്കവും ഈജിപ്ഷ്യൻ ഇസ്രായേൽ ബന്ധത്തിന് ഗുരുതരമായ ഭീഷണിയിലേക്ക് നയിക്കും. ഈജിപ്ത് സ്റ്റേറ്റ് ഇൻഫർമേഷൻ സർവീസ് മേധാവി ദിയ റഷലാണിത് പറഞ്ഞത്. റഫയിലെ ഇസ്രായേൽ ആക്രമണം അതിർത്തി കടന്ന ഫലസ്തീനികളെ തങ്ങളുടെ സീനായി മേഖലയിലേക്ക് തള്ളിവിടുമെന്നാണ് ഈജിപ്ത് ഭയപ്പെടുന്നത്. ഇസ്രായേലിന്റെ ഗസ കുടിയൊഴിപ്പിക്കൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിന്റെ ഭാഗമായി ജനങ്ങളെ സീനായി മരുഭൂമിയുടെ വടക്കൻ മേഖലയിലേക്ക് എത്തിച്ച് ഗസ പൂർണ്ണമായി ജൂത കുടിയേറ്റ മേഖലയാക്കി മാറ്റലാണ് ഇസ്രായേലിന്റെ ലക്ഷ്യമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഈജിപ്ത് ഇപ്പോൾ ഭയപ്പെടുന്നതും ഇതുതന്നെയാണ്. ഒക്ടോബർ പകുതിയിൽ ഇസ്രായേൽ രഹസ്യാന്വേഷണ മന്ത്രാലയം തയ്യാറാക്കിയ 10 പേജ് വരുന്ന റിപ്പോർട്ടിൽ ഗസയിലെ ഫലസ്തീനികൾക്ക് മുന്നിൽ 3 സാധ്യതകളാണ് മുന്നോട്ട് വെച്ചത്. ഫലസ്തീൻ അതോറിറ്റിക്ക് ഗസയിലെ അധികാരം കൈമാറൽ, ഹമാസിന് പകരം ദുർബലമായ മറ്റൊരു കക്ഷിയെ വളർത്തിക്കൊണ്ടുവരൽ എന്നിവയാണ് ആദ്യ 2 എണ്ണമെങ്കിലും പരമമായി ഗസ പൂർണ്ണമായി ഒഴിപ്പിച്ചെടുക്കൽ മാത്രമാണ് ലക്ഷ്യം. ഇതിന്റെ ഭാഗമായാൽ വംശീയ ഉന്മൂലനം നടപ്പാക്കി ബോംബ് വർഷം തുടങ്ങിയത് ജനം കൂട്ടമായി വസിക്കുന്ന ക്യാമ്പുകൾ, ആശുപത്രികൾ എന്നിവ കൂടി ഇല്ലാതാകുന്നതാണ് ഒടുവിൽ ആക്രമണങ്ങൾ. മുമ്പ് 1967 യുദ്ധത്തിനൊടുവിൽ ആയിരക്കണക്കിന് അഭയാർത്ഥികൾ ഈജിപ്തിലെത്തിയിരുന്നു. ഫലസ്തീനികൾക്കായി സിനായിൽ ഉയരുന്ന ബഫർ സോണിൽ ആദ്യം തമ്പു നഗരങ്ങൾ ഉയർത്തിയും ഘട്ടം ഘട്ടമായി അവ സ്ഥിരം നഗരങ്ങളായി മാറ്റുകയുമായിരുന്നു നാടുകടത്തലിന് റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് സിസി അഭയാർത്ഥികളെ സ്വീകരിക്കില്ല എന്ന് മുമ്പ് വ്യക്തമാക്കിയിരുന്നു. ഇനി എന്തായിരിക്കും തീരുമാനമെന്ന് കണ്ടറിയാം.